എന്നെ കാരണമല്ലേ ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും അന്തസ്സൊക്കെ പോകുന്നത്. ഞാനങ്ങ് പോയ എല്ലാതോടങ്ങ് തീരുമല്ലോ. തീരട്ടെ. അരവിന്ദ് ആർക്കും ഒരു ശല്യമാവുന്നില്ല. ആദ്യമൊക്കെ എല്ലാരും കുറെ സങ്കടമൊക്കെ കാണിക്കും, പിന്നൊക്കെ മറക്കും. പക്ഷെ ഞാൻ ജീവിച്ചിരുന്ന അവിടെ കെട്ടേണ്ടി വരും. അല്ലെങ്കിൽ സ്വത്ത് ഭാഗം ചെയ്ത് എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തും. മരണമല്ലാതെ എന്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. അച്ഛാ, അമ്മ, ബ്രോ, നിങ്ങളുടെ കൂടെ ഒന്നും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. ബ്രോ നോക്കിക്കോ, അടുത്ത ജന്മത്തിൽ ഞാൻ എന്റെ ബ്രോയെ പോലെ ഒരു മകനാവാൻ നോക്കും. അനുസരണയുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. പക്ഷെ ഒരു കണ്ടീഷൻ, എപ്പോഴും എന്റെ കൂടപ്പുറപ്പായിട്ടും അപ്പോഴും ബ്രോ ഉണ്ടാവണം. ഐ ലവ് യു ബ്രോ, ഐ ലവ് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. അനിയൻ കുഞ്ഞിനോട് ഒരു കാര്യം പറയാനാ വന്നത്. പറഞ്ഞ അനിയൻ കുഞ്ഞ് കേക്കൂ. കല്യാണി, നീ ആദ്യം കാര്യം പറ. നാളെ ഇവിടുത്തെ എല്ലാ കാര്യവും എന്താവും അനിയൻ കുഞ്ഞിന്റെ തീരുമാനമാണ്. കയ്യിൽ എന്താ അനിയൻ കുഞ്ഞ്? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ കൈ മുറുകെ പിടിച്ചിരിക്കണേ? അത് നോക്കട്ടെ. അത് രാവിലെ ചെറിയ തലവേദന, അതിന് ഗുളിക കഴിക്കാൻ തുടങ്ങിയപ്പോഴാ കല്യാണിയുടെ വരവ്. അതൊന്നുമല്ല, ഇതെന്തോ പ്രശ്നമുണ്ട്. മുഖം കാണുമ്പോ അറിയാലോ. ഗുളികയാണെങ്കിൽ കാണട്ടെ. വേണ്ട, കാണിക്കാനെ പറഞ്ഞേ. വേണ്ട, കൈ കാണിക്കേ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ കല്യാണി, പോ. കൈ തുറക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വലിയ കുഞ്ഞിനെ വിളിക്കും. വേണ്ട. ഞാൻ കാണിക്കാം. കൊള്ളാം. ഒരു ഗുളിക കഴിച്ചാൽ തലവേദന മാറുമായിരിക്കും. പക്ഷേ ഇത്രയും ഗുളിക കഴിച്ചാല് ഞാനെന്ന തലവേദന ഒഴിയും കല്യാണി. അതാ ഇന്നിവിടെ ആവശ്യം. മനസ്സ് മാറ്റി നന്ദന മേഡത്തിന് കല്യാണം കഴിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. ഇതിപ്പോ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന്. മനസ്സ് മാറ്റി നന്ദന മേഡത്തിന് കല്യാണം കഴിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. ഇതിപ്പോ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന്. നിങ്ങൾക്ക് ആർക്കും എന്താ മനസ്സിലാവാത്തെ? നാളെ ഈ സ്വത്തൊക്കെ ഭാഗം വെച്ച് എന്നെ ഒറ്റപ്പെടുത്താനുള്ള തയ്യാറെടുപ്പാ. അതിനു മുമ്പ് ഞാൻ പോവാ കല്യാണി. കുടുംബത്തോട് ഇത്രയും കരുതലുള്ള അനിയൻ കുഞ്ഞിന് അമ്മ പറയണൊന്ന് കേട്ടൂടെ? അതോട് തീരില്ല എല്ലാ പ്രശ്നങ്ങളും. അമ്മ പറയുന്ന എന്തും ഞാൻ കേൾക്കാം. നന്ദനെ കെട്ടുന്നൊഴിച്ച് അതിനൊക്കെ നല്ലത് ഇത് തന്നെയാ. അവിടെ എനിക്കറിയാം, ഇന്നലെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാൻ പറഞ്ഞവള് നാളെ ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് താലി കെട്ടാൻ പറയും. എനിക്കത് ഉറപ്പാ. ദൈവമേ, പ്രശ്നങ്ങളാകെ കുഴഞ്ഞു മറിയാണല്ലോ. ഏതായാലും അനിയൻ കുഞ്ഞിനെ ആത്മഹത്യന്ന് പിന്തിരിപ്പിക്കണം. നാളെ നന്ദനമ്മയുടെ ഇവിടെ വരാതിരുന്നാലോ? വരാതിരിക്കേ? അതെങ്ങനെ? വരില്ല, ഞാൻ ഏറ്റു. കല്യാണി, നീ പറയുന്നൊക്കെ നടക്കോ? നടക്കും, നടത്തി കാണിക്കും ഞാൻ. ഏത് വിധേനയും നന്ദനമ്മയുടെ നാളെ ഇവിടെ വരുന്നത് ഈ കല്യാണി മുടക്കിയിരിക്കും. എന്താ പോരെ? മതി. അങ്ങനെയെങ്കിൽ അതിന് പകരമായിട്ട് നിനക്ക് എന്തും തരും.
എന്തും വേണ്ട. പകരമായിട്ട് ഈ കയ്യിലിരിക്കുന്ന ആ ഗുളികകൾ തന്നാ മതി. തരാം. പക്ഷെ കല്യാണി, അമ്മ ഈ കല്യാണത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചാലോ? നന്ദന മേഡം വന്നാ അപ്പം മറുപടി പറയാന്ന് പറഞ്ഞാ പോരെ. ആ ഗുളിക എടുക്ക്. ആ, അത് ഗ്രേറ്റ് ഐഡിയ. കൊള്ളാം. ദാ പിടിക്ക്. ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്താൽ മതി. ചെയ്തോളാം. അനിയൻകുഞ്ഞിപ്പോ കുറച്ചു നേരം മനസ്സ് സ്വസ്ഥമാക്കി വെച്ച് ഒന്ന് മയങ്ങി എഴുന്നേൽക്ക്. അപ്പൊ എല്ലാം ശരിയാവും. ആ, എന്താടി രാവിലെ തന്നെ വാടി തുടങ്ങിയ മട്ടിലാണല്ലോ നിപ്പ്. നിനക്കും എന്നെപ്പോലെ സുഖമില്ലാണ്ടായല്ലേ? അതോ എന്റെ മനസ്സിന്റെ വിഷമം അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ നിക്കണേ? സത്യം പറഞ്ഞ നിനക്ക് ചെമ്പരത്തി എന്നാണ് പേരെങ്കിൽ ഈ കല്യാണിക്ക് ചേരുന്ന പേര് നൊമ്പരത്തി എന്നാ. എന്ന് സങ്കടങ്ങളേ ഉള്ളൂ ഈ കല്യാണിക്ക്. ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കല്യാണി അറിഞ്ഞുകൊണ്ടൊരു കള്ളം പറഞ്ഞു. അനിയും കുഞ്ഞ് ആത്മഹത്യക്ക് ഒരുങ്ങി. ദേ, ഇത് വായിലിടാൻ പോയപ്പോഴാ എനിക്കങ്ങനെ പറയേണ്ടി വന്നത്. നന്ദന മേഡം നാളെ ഇവിടെ വരാതെ നോക്കിക്കൊള്ളാന്ന്. പക്ഷേ എനിക്ക് ഈ കല്യാണം നടത്തിയേ പറ്റൂ. അതിന് നന്ദന മേഡം നാളെ രാവിലെ ഇവിടെ എത്തിയേ പറ്റൂ. കാരണം നാളെ അഖില മേഡം എനിക്ക് തന്ന അവസാനത്തെ ദിവസമാ. അനിയും കുഞ്ഞിനും അഖിലാണ്ടേശ്വരി മേഡത്തിനും ഇടയിൽ ഞെരുങ്ങി നിൽക്കുക ഞാനിപ്പോ. ചിലപ്പോ ഇതെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. എങ്കിൽ ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. അവസാനത്തെ കൂടിക്കാഴ്ച. മോളെ, നീ അങ്ങോട്ട് നോക്കി. അത് തൃച്ചംബരത്തെ കുടുംബ വക്കീലിന്റെ ഭാര്യ. മോളെ തൊഴുതുവാ. അമ്മ ഇപ്പം വരാം. ആ മഹേശ്വരിയോ? കാണാനില്ലല്ലോ. അന്നാ നിശ്ചയത്തിന്റെ അന്ന് കണ്ടതാ. അതിന്റെ കാര്യമൊന്നും ഓർമ്മപ്പെടുത്താതിരിക്കുന്നതാ നല്ലത്. ഓ സോറി, അതൊക്കെ കൊണ്ട മഹേശ്വരി ഞാൻ വിളിക്കാതിരുന്നത്. അല്ല, എന്ത് പറഞ്ഞാ ഞാൻ സമാധാനിപ്പിക്കാം? കാര്യങ്ങളൊക്കെ മഹേശ്വരി അറിഞ്ഞില്ലേ? എന്ത് കാര്യങ്ങൾ? വാ പറയാം. ആ സുഖമല്ലേ മോളെ? അതെ. പുള്ളിക്കാരൻ കാറിലിരിക്കാം മഹേശ്വരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ, പോട്ടെ. ശരി മോളെ. ഈ മഹേശ്വരി ഒന്ന് കൊളുത്തി വലിച്ചപ്പോഴേ കാര്യങ്ങളൊക്കെ ഇങ്ങ് പോന്നു. നീ അറിഞ്ഞില്ലേ? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി സ്വത്ത് ഭാഗം വെക്കുന്നു. സത്യമാണോ അമ്മ പറയുന്നത്? അതെ, ഭാഗപത്രം തയ്യാറാക്കിയ വക്കീലിന്റെ ഭാര്യ പറഞ്ഞത്. നാളെയാണ് രജിസ്ട്രേഷൻ. ഓ,
ആകെ സ്വത്തിന്റെ 45% മൂത്ത മകൻ ആനന്ദ് കൃഷ്ണന്, ഇളയ മകൻ അരവിന്ദിന് 35%. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കൊള്ളാം. അല്ല, എന്നാലൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ അമ്മേ. ഈ 45-ഉം 35-ഉം കൂടി 80 ആവുന്നുള്ളൂ. ബാക്കി 20%? അതല്ലേ രസം. ആ 20% അഖിലാണ്ടേശ്വരി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പോലും. ആ 20%ത്തിന്റെ മാത്രം വാല്യൂ കോടികളാ. എന്റെ വിഷമം അതൊന്നുമല്ല മോളെ. എത്ര കോടി സ്വത്തുണ്ടെങ്കിലും നമ്മുടെ നിശ്ചയം മുടങ്ങിയില്ലേ? എന്നിട്ട് ഈ അഖിലാണ്ടേശ്വരി സ്വത്ത് ഭാഗം വെക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അമ്മേ, ഒന്നും കാണാതെ അഖിലാണ്ടേശ്വരി ആന്റി ഒരു തീരുമാനം എടുക്കില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ കാരണം ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാ. അതെ, അഖില വാശിക്കാരിയാ. എന്ത് സംഭവിച്ചാലും ആഗ്രഹിച്ചത് നടത്തിയിരിക്കും. അതിനു വേണ്ടിയിട്ടാ ഇപ്പോഴീ കളി കളിക്കുന്നത്. ദേ, എന്റെ അഭിപ്രായത്തിൽ അഖിലാണ്ടേശ്വരിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി കൂടി നിന്നെ മരുമകളായി കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥ വരണം. അപ്പൊ അവര് നമ്മുടെ വീട്ടുപടിക്കൽ വരും, പെണ്ണിനെ തരുവോ എന്ന് യാചിച്ച്. വാ. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നു. മാഡം, മാഡത്തിന് തിരക്കി വീട്ടിൽ ചെന്നപ്പോഴറിഞ്ഞത് ഇവിടെ അമ്പലത്തിലേക്ക് വന്നു. അതാ ഇവിടെ വന്നത്. ഒരു സമാധാനത്തിന് അമ്പലത്തിലേക്ക് വരുന്നത്. നിന്റെ മുഖം കണ്ടാല് ഉള്ള സമാധാനം കൂടി പോവും. ദീ, ഇതൊരു പൊതുസ്ഥലമായി പോയി. അല്ലെങ്കിൽ നീ എന്റെ കൈയുടെ ചൂടറിഞ്ഞാന്. ദേവി, ഇത് ഞാൻ പറയണൊന്ന് കേൾക്കണം മാഡം. അരവിന്ദിന് കല്യാണം കഴിക്കാൻ സമ്മതിക്കണം. അതല്ലേ നിനക്ക് പറയാനുള്ളത്? അഖിലാന്റി പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. പിന്നെയാ വെറും അടുക്കളക്കാരിയായ നീ. ഏതായാലും ഞാനുള്ള സ്ഥലം തേടി വന്നതല്ലേ. നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോ. ഈ കാല് പിടിച്ച് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. മാഡം, അനിയും കുഞ്ഞായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണം. ഇതെന്റെ അപേക്ഷയാണ്. നോക്ക്, നിശ്ചയത്തിന് സമ്മതം പറയാനുള്ളത് ഞാനല്ല, അരവിന്ദ. അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ നീയെല്ലാം. താലി കെട്ടാതെ പോയത് നിന്റെ അനിയൻ കുഞ്ഞല്ലേ. എന്നോട് വെറുതെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിശ്ചയത്തിന് സമ്മതം പറയാൻ ആദ്യം നീ നിന്റെ അനിയൻ കുഞ്ഞിനോട് ചെന്ന് പറ. അനിയും കുഞ്ഞ് നിശ്ചയത്തിന് സമ്മതിച്ചു. മാഡം, നാളെ രാവിലെ അവിടെ വരെ ഒന്ന് വന്നാൽ മാത്രം മതി. നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? സത്യം മാഡം, അനിയും കുഞ്ഞിന് സമ്മതോ? ഞാൻ ഈ കാല് പിടിച്ച് അപേക്ഷിക്കുക. മാഡം, ഈ നിശ്ചയത്തിന് സമ്മതിക്കണം. എഴുന്നേക്കടി. എഴുന്നേൽക്കാൻ. നിന്റെ ഡ്രാമയൊന്നും എന്നോട് വേണ്ട. ആളുകൾ ശ്രദ്ധിക്കുന്നു. നീ ചെല്ല്, പോ. നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിന്നെ സംരക്ഷിക്കാനാണെന്ന് എനിക്കറിയാം. അഖിലാന്റി നിനക്ക് തന്ന 7 ദിവസം നാളെ തീരുന്നു അല്ലേ? അതിനു മുന്നേ പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള കല്യാണിയുടെ ജീവൻ മരണ പോരാട്ടം. അയ്യോ അല്ല മാഡം, അനിയും കുഞ്ഞും കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ കഴിയണം. ഈ കല്യാണിക്ക് അതേ ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ശരി, ഞാൻ വരാം. സമ്മതവും പറയാം. മതി, എന്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ പോയി എല്ലാരോടും പറയട്ടെ. നിക്ക്. ഈ വെപ്രാളം പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയോട് പറഞ്ഞ് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാനാണോ? അതോ അടുക്കളക്കാരി കല്യാണി മുടങ്ങിപ്പോയ കല്യാണം നടത്തിയെന്ന് വരുത്തി ജീവിതകാലം മുഴുവൻ ഒരിത്തിള് പോലെ അവിടെ പറ്റിപ്പിടിച്ച് കഴിയാനോ? നടക്കില്ല നിന്റെ പൂതി. നാളെ ഞാൻ ആ വീട്ടില് കാല് വെക്കണമെങ്കിൽ നീ അവിടെ ഉണ്ടാവാൻ പാടില്ല. നീ
നീ ഉള്ളിടത്തോളം കാലം അരവിന്ദന് മനസ്സമാധാനത്തോടെ എന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നാളെ ഞാൻ അവിടെ എത്തുമ്പോ നീ എന്നേക്കുമായി പോയിരിക്കണം. ആ വീട് വിട്ടല്ല, ഈ ഭൂലോകം വിട്ട്. ഇതിന് നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്കും നിശ്ചയത്തിന് സമ്മതം. ആ വീട് വിട്ടല്ല, ഈ ഭൂലോകം വിട്ട്. സ്വന്തം ജീവന്റെ കാര്യം വന്നപ്പോ അവൾക്ക് അതാ വലുത്. വിട്ടേക്ക് നന്ദന്, വാ പോവാ. വേണ്ട, കല്യാണിക്ക് സമ്മതോ? നിങ്ങളെ സന്തോഷത്തോടെ ജീവിക്കണേ കാണാനാ എനിക്കിഷ്ടം. അതിന് ഞാൻ ഈ ഭൂലോകം വിട്ടു പോണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. നിങ്ങള് നാളെ തൃച്ചംബരത്ത് വരണം. മേലാൽ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല, എന്റെ വാക്ക്. സമ്മതിച്ചു മോളെ, നീ MBA കാരി തന്നെ. വെറുതെ അല്ല നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടിയത്. ഇതോടെ ഇവളുടെ ശല്യം എന്നേക്കുമായി തീർന്നു. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണന് എടുക്ക. ഹലോ. ഹലോ മഹേശ്വരി, ഇത് ശിവരാമകൃഷ്ണ, തൃച്ചംബരത്ത് നിന്ന്. നാളെ രാവിലെ നന്ദനയും കുട്ടി തൃച്ചംബരത്തൊന്ന് വരണമല്ലോ. ഒരു പ്രധാന കാര്യമുണ്ടായിരുന്നു. മിസ്റ്റർ നാരായണനെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് കവറേജ് എന്നാ പറയുന്നത്. പുള്ളി ടൂറിലാ. അഖിലമാടെ അവിടെ ഇല്ലേ? ആ ഉണ്ടുണ്ട്. അഖില പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. നാളെ രാവിലെ 9 മണിയോടെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തണം. നന്ദന മോളോട് അന്വേഷണം പറഞ്ഞേക്ക്. ഞങ്ങളുടെ മരുമകളല്ലേ അവള്. പറയാം. ശരി ശരി ശരി, ഓക്കെ. ദേവി, നീ കാത്തു. മോളെ, ഞാനിപ്പോ മനസ്സിൽ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, തൃച്ചംബരത്തുനിന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന്. കല്യാണി വിളിച്ചെന്നും പറഞ്ഞ് ചെന്ന് കയറാൻ ഒരു മടിയായിരുന്നു. ഏതായാലും നാളെ രാവിലെ നമ്മൾ അവിടെ പോകുന്നു. അമ്മയ്ക്ക് ഉറപ്പായി അമ്മയുടെ സ്വപ്നം നടക്കുന്നു. താമസിയാതെ എന്റെ മോള് തൃച്ചംബരത്തെ ജൂനിയർ അഖിലാണ്ടേശ്വരി ആവും. നോക്കിക്കോ. അമ്മയ്ക്ക് ഉറപ്പായി അമ്മയുടെ സ്വപ്നം നടക്കുന്നു. താമസിയാതെ എന്റെ മോള് തൃച്ചംബരത്തെ ജൂനിയർ അഖിലാണ്ടേശ്വരി ആവും. നോക്കിക്കോ. വാ. ഞാൻ വന്നത് നിന്നോട് യാത്ര ചോദിക്കാനാ. മുൻപ് പോയപ്പോഴൊക്കെ നീ എന്നെ ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ ഈ യാത്ര അങ്ങനെയല്ല.
ഞാൻ കൊടുത്ത വാക്കിന്റെ നിറവേറ്റല കല്യാണിയുടെ അവസാനത്തെ ദൗത്യം. അഖിലാണ്ടേശ്വരി മാഡം ഏൽപ്പിച്ച 7ാമത്തെ ദിവസം നാളെ കഴിയും. പക്ഷെ അനിയും കുഞ്ഞ് നന്ദന മാഡവും ഇപ്പോഴും 2 ധ്രുവങ്ങളിലാ. ഞാൻ തോറ്റു. തോറ്റവൾ പിൻവാങ്ങണം. ഇതിന്റെ യാത്ര ചോദിക്കലാണ്. ഇനി നമ്മൾ അടുത്തൊരു രാത്രി വീണ്ടും കാണില്ല.